ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖ്ഹ് 293 ക്ലാസ്. വിവാഹ നിയമങ്ങളിൽ ഇനി മുലകുടി ബന്ധത്തിലൂടെ ആ അടിസ്ഥാനത്തിൽ ഹറാമാക്കപ്പെടുന്ന വിവാഹം നിഷിദ്ധമായ പെണ്ണുങ്ങൾ, അവരെയാണ് ചർച്ച ചെയ്യുന്നത്. ലവിർത്തദഅ തിഫ്ലുൻ, ഒരു ചെറിയ കുട്ടി പാല് കുടിച്ചാൽ, മുലപ്പാൽ കുടിച്ചാൽ, ദൂന ഹൗലൈനി, 2 വയസ്സിൻ്റെ താഴെ, ഈ കുട്ടിക്ക് 2 വയസ്സാകാൻ പാടില്ല, അതിൻ്റെ താഴെ ആയിരിക്കണം. മിനിമ്രഅത്തിൻ ഹയ്യത്തിൻ ബാലിഗത്തിൻ സിന്നൽ ഹൈലി, ഹൈലിൻ്റെ പ്രായമെത്തിയ ഒരു ജീവിച്ചിരിക്കുന്ന പെണ്ണിൽ നിന്ന് ഒരു ചെറിയ 2 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടി പാല് കുടിച്ചാൽ, ഖംസ റദഅത്തിൻ മുത്തഫരിഖത്തൻ, വേറിട്ട് ആയ 5 പ്രാവശ്യം, വേറിട്ട 5 പ്രാവശ്യം അങ്ങനെ ആയിരിക്കണം കുടിക്കുന്നത്. യഖീനൻ, ഉറപ്പായിട്ടും 5 പ്രാവശ്യം കുടിച്ചു എങ്കിൽ സബത്ത റദാഉ അൽ മുഹരിമു ലി നിക്കാഹി, നിക്കാഹ് ഹറാമാക്കുന്ന മുലകുടി ബന്ധം അവിടെ സ്ഥിരപ്പെടും. അങ്ങനെ ഒരു മുലകുടിക്കൽ നടക്കുന്നതിലൂടെ പല രീതിയിലും വിവാഹം നിഷിദ്ധമാകും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിലുള്ള പല ആണ് പെണ്ണുങ്ങൾ തമ്മിലുള്ള നിക്കാഹ് ബന്ധം പിന്നീട് ഹറാമാകുന്നുണ്ട്. വയസീറു റദീഉ, ഈ മുല കുടിച്ച കുട്ടി ഇബ്നൻ ലഹ, ആ മുല കൊടുത്ത പെണ്ണിൻ്റെ മകനാകും. അത് തികച്ചും കുടുംബപരമായ ബന്ധമൊന്നുമില്ല, ഒരു അന്യ പെണ്ണായിരിക്കാം, ആ പെണ്ണിൻ്റെ മകനായി ഈ കുട്ടി മാറും. അപ്പോൾ അവർ തമ്മിൽ തന്നെ നിക്കാഹ് ബന്ധം എന്നുള്ളത് ഒരിക്കലും പിന്നെ പറ്റൂലല്ലോ. ഒലി സാഹിബി ലബനിഹ, ആ പെണ്ണിൻ്റെ പാലിൻ്റെ ഉടമയായ ഭർത്താവിൻ്റെയും മകനായി ഈ കുട്ടി മാറും. ഈ മുല കുടിച്ച കുട്ടി, ആ കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ മകൻ അല്ലെങ്കിൽ മകൾ ആയി മാറും. പാലിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ, ഒരു വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജിമാഅ് നടന്ന് അതിൽ ഒരു പെണ്ണ് അതിൽ ആ പെണ്ണ് ഗർഭിണിയായി, ആ ഗർഭിണിയായപ്പോൾ ആ ഗർഭത്തിലുള്ള ശിശുവിന് വേണ്ടി രൂപപ്പെടുന്നതാണ് ഈ പാല് എന്ന് പറയുന്നത്, മുലപ്പാല് എന്ന് പറയുന്നത്. അപ്പോൾ ആ മുലപ്പാലിൻ്റെ ഉടമ ആള് എന്ന് പറയുന്നത് ജിമാഅ് ചെയ്ത ആള് അഥവാ ഭർത്താവ് എന്ന് നമുക്ക് പറയാം. ആ ആളാണ് അപ്പോൾ അതിൻ്റെ ആള്. അപ്പോൾ ആ ആള് ഈ മുല കുടിച്ചു എന്ന രീതിയിൽ ഈ കുട്ടിയുടെ വാപ്പയാകും. സവാഉങ്കാനൽ ലബനുൽ വാസിലു ഇലൽ ജൗഫി ഖത്റത്തൻ ഫീ കുല്ലി മറത്തിൻ, ഈ പറയുന്ന കുട്ടിയുടെ ഉള്ളിലേക്ക്, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചേരുന്നതായ പാല്, അത് ഓരോ പ്രാവശ്യവും 5 പ്രാവശ്യം വേണമെന്ന് പറഞ്ഞാൽ, ഈ ഓരോ പ്രാവശ്യവും അത് ഒരു തുള്ളിയാകട്ടെ. 5 പ്രാവശ്യം കുടിച്ചു, പക്ഷെ 5 പ്രാവശ്യമായിട്ട് 5 തുള്ളിയേ കുടിച്ചിട്ടുള്ളൂ, ഓരോ പ്രാവശ്യവും ഒരു തുള്ളി, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഔ മുഖ്തലിത്തം ബി ഗൈരിഹി, അല്ലെങ്കിൽ ആ പാല് അല്ലാത്തതിനോട് കലർന്നാണ് പോയത്. അപ്പം ഈ പാല് ഈ കുട്ടിയുടെ വയറിലേക്ക്, ഉള്ളിലേക്ക് പോയപ്പോൾ പാല് മാത്രമല്ല വേറെന്തോ ഒന്നും കൂടി കലർന്നിട്ട്, വെള്ളമോ മറ്റോ കലർന്നാണ് ആ പാല് പോയത്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ 5 പ്രാവശ്യം ഉണ്ടായിരിക്കണം അത്. ഔ മഹീവൻ, അല്ലെങ്കിൽ അത് ഒരു കടഞ്ഞെടുത്ത തൈരിൻ്റെ രീതിയിലൊക്കെയാണ് ഈ മുലപ്പാൽ പോയിട്ടുള്ളത്, എന്നാലും കുഴപ്പമില്ല. ഔ സബദൻ, അല്ലെങ്കിൽ ഒരു നുരഞ്ഞ് പതഞ്ഞ രീതിയിൽ, പതയായ രീതിയിലാണ് പോയത്, എന്നാലും കുഴപ്പമില്ല. ഔ ജുബുന്നൻ, അല്ലെങ്കിൽ ഈ മുലപ്പാൽ ഒരു പാൽക്കട്ടി ആയ രീതിയിലാണ് പോയത്, ഈ കുട്ടിയുടെ വയറിൻ്റെ അകത്തേക്ക്, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോയത്, എന്നാലൊന്നും കുഴപ്പമില്ല. സവാവുങ്കാന ബി മസ്സിസദി, ഈ പെണ്ണിൻ്റെ മുലയെ ഈമ്പിക്കൊണ്ടാണ് ഈ കുട്ടിയുടെ പാല് കുടിക്കലുണ്ടായത്, അങ്ങനെയാണ് ശരീരത്തിൻ്റെ കുട്ടിയിലേക്ക് പാല് പോയിട്ടുള്ളത്. അതാണല്ലോ ഇപ്പോൾ സാധാരണ രീതി. അങ്ങനെ ആവട്ടെ,
ഔ ബി ഈജാരി ഹലീബിഹ ഫി ഫമി റദീഇ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ വായിൻ്റെ ഉള്ളിലേക്ക് പെണ്ണിൻ്റെ മുലപ്പാല് കറന്നു കൊടുക്കലാണ്, ആ പാലിങ്ങനെ ഉറ്റിച്ചു കൊടുക്കലാണ് ഉണ്ടായത്. കുട്ടി ഇങ്ങനെ ഈമ്പി കുടിക്കലല്ല ഉണ്ടായത്. അതെങ്ങനെയായാലും കുഴപ്പമില്ല. ഇവിടെ ഫയഹ്റുമു ബിഹാദർ റളാഇ, ഈ മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹറാമാകും. മൻ യഹ്റുംന ബിൻ നസബി, നസബ് കൊണ്ട് ഹറാമാകുന്ന പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, കുടുംബപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുരുഷന് 7 പെണ്ണുങ്ങൾ ഹറാമാകും എന്ന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. 7 പെണ്ണുങ്ങളുണ്ട്. ആ 7 പെണ്ണുങ്ങൾ തന്നെ ഇവിടെയും വരും, ഈ മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും ഹറാമാകും. വഹുന്ന, അവർ ഹ ഉല ഇസ്സബുഉ, ഈ പറയാൻ പോകുന്ന 7 പേരാണ്. ഒന്ന് അൽ ഉമ്മു, ഉമ്മ, അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, സ്വന്തം ഉമ്മ, കുടുംബപരമായ ആ ബന്ധാടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രസവിച്ച ഉമ്മ, അത് ഹറാമാണ്. എന്നാൽ ഈ ഉമ്മ എന്ന് പറഞ്ഞത് മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഉമ്മ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫ മുർദിയത്തുക, ഒരാൾക്ക് മുലയൂട്ടിയ പെണ്ണ്. വ ഉമ്മുഹ, ആ പെണ്ണിൻ്റെ ഉമ്മ, മുലയൂട്ടിയ പെണ്ണിൻ്റെ ഉമ്മ. അതുപോലെ വ ഉമ്മുൽ ഫഹലി, ഫഹലിൻ്റെ ഉമ്മ. ഫഹല് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പാലിൻ്റെ ഉടമയായ പുരുഷൻ, അതെന്താന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ പുരുഷൻ്റെ ഉമ്മ. അത് ആ പുരുഷൻ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ വാപ്പയാണ്. അപ്പം അയാളുടെ ഉമ്മ. ഇവരൊക്കെ ഉമ്മുക മിനർ റളാഇ, മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുലകുടിച്ച ആളുടെ ഉമ്മയാകും. അപ്പം അതിലൊന്ന്, മുല കൊടുത്ത പെണ്ണ് എന്ന് പറയുന്നത് ഉമ്മയാണ്, അവളുടെ ഉമ്മ, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ അത് വല്യമ്മ. ആ വല്യമ്മ എന്ന് പറയുന്നത് ഉമ്മ തന്നെയാണല്ലോ. ഇനി വേറൊരു രൂപമുണ്ട് ഉമ്മ ആവാൻ ഇവിടെ. വകദ മുർദിഅത്തു അബീക ഔ ഉമ്മിക മിൻ നസബിൻ ഔ റളാഇൻ, ഒരാളുടെ സ്വന്തം വാപ്പ അല്ലെങ്കിൽ സ്വന്തം ഉമ്മ, അല്ലെങ്കിൽ ആ ആളുടെ മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉമ്മ വാപ്പ, ആ പറഞ്ഞ ഉമ്മ വാപ്പ എന്ന് പറഞ്ഞാൽ ഈ 2 രൂപത്തിലും ആവാം. ആ ഉമ്മയ്ക്കോ വാപ്പയ്ക്കോ മുല കൊടുത്ത സ്ത്രീ, ആ പറഞ്ഞ സ്ത്രീ ഉമ്മുക മിനർ റളാഇ, നിനക്ക്, അഥവാ ഈ പറയണ ഒരാളുടെ വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്കാണല്ലോ ഈ പറയണ ഒരു സ്ത്രീ മുല കൊടുത്തിട്ടുള്ളത്. അപ്പം ആരുടെ വാപ്പാക്ക് അല്ലെങ്കിൽ ആരുടെ ഉമ്മാക്ക് ആണോ ആ ആളുടെ ഉമ്മയായിട്ട് ഈ പറയപ്പെടുന്ന മുലയൂട്ടിയ പെണ്ണ് വരും. അടുത്തത് രണ്ടാമത്തത് മകള്, അൽ ബിന്ദു, മകള്. അപ്പം മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മകൾ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ്? ഫൽ മുർത്തദിഅത്തു ബി ലബനിക, ഒരാളുടെ പാല് കൊണ്ട് മുലകുടിച്ച പെൺകുട്ടി. ഔ ലബനി വലദിക്ക, അല്ലെങ്കിൽ ഒരാളുടെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ, അവരുടെ പാല് കൊണ്ട് മുലകുടിച്ച പെൺകുട്ടി. അപ്പോൾ ഒരു പുരുഷൻ്റെ പാല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പുരുഷൻ ഭാര്യയെ ജിമാഴ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗർഭിണിയായപ്പോൾ അതിലുള്ള ആ ഗർഭത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ മുലപ്പാലാണ് ഈ കുട്ടി കുടിച്ചതൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ മകള് അല്ലെങ്കിൽ മകൻ, അവരുടെ പാലാണ് ഇങ്ങനെ കുടിച്ചത്. മകളുടെ മുലപ്പാല് കുടിച്ചു, അല്ലെങ്കിൽ മകൻ്റെ എന്ന് പറഞ്ഞാൽ മകൻ്റെ ഭാര്യയുടെ അഥവാ മരുമകളുടെ മുലപ്പാൽ ഒരു പെൺകുട്ടി കുടിച്ചിട്ടുണ്ട്. അതേപോലെ ഓ ബിന്ദുഹ, ആ മുല കുടിച്ച പെൺകുട്ടിയുടെ മകള്. ഈ പെൺകുട്ടി മുല കുടിച്ചിട്ടുണ്ട്, ആ മുല കുടിച്ച പെൺകുട്ടിക്ക് വേറെ മകളുണ്ട്, അവളുടെ മകള്. ആ മകളൊക്കെ ബിന്ദുക മിനർ റളാഇ, മുലകുടി ബന്ധത്തിലൂടെ ഈ പറയുന്ന പുരുഷൻ്റെ മകളാണ് എന്ന് നമുക്ക് പറയാം.
അടുത്തത് അൽ ഉഖ്തു പെങ്ങള്. ഫൽ മുർത്തദിഅത്തു ബി ലബനി അബീക. ഇവിടെ ഉസ്താദ് ഇങ്ങനെ എല്ലാറ്റിനെയും അബീക എന്നൊക്കെ പറയണത് നിന്റേന്നാണ് ഇങ്ങനെ സംബോധന ചെയ്തു പോകുന്നത്. അഥവാ ഒരു പുരുഷൻ, ആ പുരുഷൻ്റെ വാപ്പാടെ ഔ ഉമ്മിക്ക, അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ഉമ്മാടെ പാല് കുടിച്ച ഒരു പെൺകുട്ടി. വാപ്പാടെ പാല് എന്നുകൊണ്ട് ഉദ്ദേശിക്കണത് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ പാല് കുടിച്ച പെൺകുട്ടി മിൻ നസബിൻ ഔ റദാഇൻ. ഈ വാപ്പ ഉമ്മ എന്നിവിടെ പറയുമ്പോൾ അത് നേർക്ക് നേരെ ഉമ്മ വാപ്പയാവാം, അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെയുള്ള ഈ പുരുഷൻ്റെ ഉമ്മ വാപ്പ ആവാം. അപ്പം അവരുടെ പാല് കുടിച്ച പെൺകുട്ടി ഉഖ്തുക മിന റദാഇ, റദാഇലൂടെയുള്ള ഈ പുരുഷൻ്റെ സഹോദരിയാണ്, അഥവാ മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഹോദരിയാണ്. ഇപ്പോൾ സ്വന്തം നേർക്ക് നേരെ ഉമ്മാടെ അല്ലെങ്കിൽ വാപ്പ അവരുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള പാല് കുടിച്ച പെൺകുട്ടി, അല്ലെങ്കിൽ ഈ ഉമ്മ വാപ്പ എന്ന് പറയുന്നത് ഈ മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുരുഷൻ്റെ ഉമ്മ വാപ്പ എന്ന് പറയണത്. അപ്പോൾ ആ മുല കുടിച്ച പെൺകുട്ടി അവരൊക്കെ പെങ്ങളാകും. വക്കദാ ബിന്ദു അബീക ഔ ഉമ്മിക മിൻ റദാഇൻ. ഒരാളുടെ, ഒരു പുരുഷൻ്റെ മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാപ്പ അല്ലെങ്കിൽ ഉമ്മ, അവരുടെ മകള്. മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാപ്പ അല്ലെങ്കിൽ ഉമ്മ, അവരുടെ മകള്. ആ മകള് എന്താണ്? പെങ്ങളാണ് ഈ പുരുഷൻ്റെ. അല്ല അമ്മത്തു അമ്മായി, അതെങ്ങനെ ഇവിടെ? ഇപ്പോൾ ഉഖ്തുൽ ഫഹലി ഔ അബീഹി, വാപ്പാടെ പെങ്ങളെയാണല്ലോ അമ്മായി എന്ന് വിളിക്കണത്. അപ്പോൾ മറ്റേ ഈ പാലിൻ്റെ ആളാകുന്ന വ്യക്തി, മുല തന്ന പെണ്ണിൻ്റെ മുലകുടി ബന്ധത്തിലുള്ള ആ ഉമ്മാടെ ഭർത്താവ്, ആ ഭർത്താവാകുന്ന ആളുടെ പെങ്ങള് ഔ അബീഹി, അല്ലെങ്കിൽ ആ ആളുടെ വാപ്പാടെ പെങ്ങള്, നസബൻ ഔ റദാഅൻ. ഈ പെങ്ങള് എന്ന് പറയണത് അതേപോലെ ഈ ഫഹലിൻ്റെ വാപ്പ എന്ന് പറഞ്ഞത് അത് നേരെ കുടുംബപരമായിട്ടുള്ളതാവാം, അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെയുള്ളതാവാം. അപ്പോൾ മുല തന്ന ഉമ്മാടെ ഭർത്താവിൻ്റെ പെങ്ങള് എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പെങ്ങളാണ്, അല്ലെങ്കിൽ നേരെ പെങ്ങളാണ്. അതേപോലെ തന്നെ ആ ആളുടെ വാപ്പ എന്ന് പറയുന്നതും അങ്ങനെ തന്നെ, നേരെ വാപ്പയാണ്, അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലുള്ള വാപ്പയാണ്. ആ സഹോദരി എന്ന് പറയുന്നത് അമ്മത്തുക മിന റദാഇ, ഈ പറയണ പുരുഷൻ്റെ മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അമ്മായിയായി വരും. വക്കദാ ഉഖ്തു അബീക മിന റദാഇ. അതേപോലെ നമ്മുടെ സ്വന്തം വാപ്പ, ഒരാളുടെ, ഒരു പുരുഷൻ്റെ സ്വന്തം വാപ്പ, ആ വാപ്പാക്ക് മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെങ്ങളുണ്ട്. ആ പെങ്ങളും നമ്മുടെ അമ്മായിയാണ്. അൽ ഖാലത്തു, അടുത്തത് മാതൃ സഹോദരി, അഥവാ നമ്മളെ ഇളയമ മൂത്തുമ്മ എന്നൊക്കെ പറയണത്. ഉഖ്തു മുർളിഅതിക, ഒരു പുരുഷന് മുലയൂട്ടിയ പെണ്ണ്, അപ്പോൾ അവളുടെ ഉമ്മയാണ്, ആ ഉമ്മാടെ സഹോദരി. അതുപോലെ ഉഖ്തു ഉമ്മിഹ, അവളുടെ ആ മുലയൂട്ടിയ പെണ്ണിൻ്റെ ഉമ്മ ഉണ്ട്, ആ ഉമ്മാടെ സഹോദരി. നസബൻ ഔ റദാഅൻ, ഇവിടെ അവളുടെ ഉമ്മ എന്ന് പറഞ്ഞതും അതേപോലെ സഹോദരി എന്ന് പറഞ്ഞതും ഇതൊക്കെ നേരെ കുടുംബപരമായതാവാം, അല്ലെങ്കിൽ മുലകുടിപരമായതാവാം. അവരൊക്കെ ഖാലത്തുക മിന റദാഇ, ഈ പുരുഷൻ്റെ മുലകുടി ബന്ധത്തിലുള്ള മാതൃ സഹോദരി ആണ്, അഥവാ ഇളയമ മൂത്തുമ്മ ആണ്. വക്കദാ ഉഖ്തു ഉമ്മിക മിന റദാഇ, അതേപോലെ തന്നെ
നമ്മുടെ സ്വന്തം ഉമ്മ, ഒരു പുരുഷൻ്റെ സ്വന്തം ഉമ്മ, ആ ഉമ്മാടെ സഹോദരി. ഏത് സഹോദരി? മുലകുടി ബന്ധാടിസ്ഥാനത്തിലുള്ള സഹോദരി. ആ ഉമ്മാക്ക് ഒരു മുലകുടി ബന്ധത്തിലൊരു സഹോദരി ഉണ്ട്, ഒരു അഞ്ചത്തി ജ്യേഷ്ഠത്തിയൊക്കെ ഉണ്ട്. അവർ നമ്മളെ സംബന്ധിച്ച്, ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന മാതൃ സഹോദരി എന്ന് പറഞ്ഞതിൽ പെടും.